എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് 1201 ആണ്ട് മീനമാസം 2-ാം തീയതിയാണ്. അതേപോലെ 16/3/2026 തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം എല്ലാവരും വളരെ തിരക്കുള്ള ഒരു ദിവസമാണ്. 2 ദിവസത്തെ ആലസ്യമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ഷീണമൊക്കെ മാറി തിരക്കേറിയ ദിവസമാണ്. റോഡിലെല്ലാം നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് പോവുക. നമുക്ക് ആദ്യമായി മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. കൂടാതെ ഈ മാർച്ച് 11-ാം തീയതി കഴിയുമ്പോഴേക്കും വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന നക്ഷത്രക്കാരാണ് നമ്മുടെ അശ്വതി നക്ഷത്രക്കാരും അതുപോലെ തന്നെ കാർത്തിക കാൽ നക്ഷത്രക്കാർക്കും. അപ്പോൾ നമുക്ക് ഈ ദിവസം എന്തുകൊണ്ടും വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ധാരാളം ഓഫറുകൾ ലഭിക്കുന്ന ദിവസമാണ്. മീറ്റിങ്ങുകളൊക്കെ സക്സസ്ഫുൾ ആകുന്ന ദിവസമാണ്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് ഡോക്ടർമാർ തുടങ്ങിയ കാര്യങ്ങൾ, നഴ്സുമാർ, അവർക്കൊക്കെ വളരെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രൊമോഷനുകളൊക്കെ ലഭിക്കുന്ന അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ അല്ലെങ്കിൽ തൊഴിലുകൾക്കൊക്കെ ഒരു സ്റ്റേ വരാനും ഭംഗം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അത് താമസിയാതെ കാലക്രമേണ ശരിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷ വൈകുന്നേരത്തോടു കൂടി വന്നു ഭവിക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ കാര്യക്ഷമമായ വരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. മലഞ്ചരക്ക് വ്യാപാരികൾക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ കയറ്റുമതി, ഇറക്കുമതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വസ്തുക്കളെല്ലാം ക്വാളിറ്റി ടെസ്റ്റിൽ പരാജയപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടി മുൻപോട്ട് പോവുക. ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അത്ര നല്ല ഒരു ദിവസമായിരിക്കില്ല. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ചിലർക്ക് നല്ല ഒരു കാര്യം വരുന്നത് കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കുറി പോലെയുള്ള അനുഭവങ്ങൾ, ഭാഗ്യക്കുറി അടിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കച്ചവടത്തിൽ വളരെയധികം ലാഭം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അതുകൂടാതെ നമുക്ക് തീർച്ചയായിട്ടും പുറത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ചില അസ്വസ്ഥതകൾ വരുന്നതൊഴിച്ചാൽ താരതമ്യേന ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാധികാരികൾക്ക് ശ്രദ്ധ വച്ചിരിക്കുന്നവർക്ക് അല്ലെ വിവാഹ കാര്യങ്ങൾ നടത്തിപ്പുകാർക്ക്, ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർക്ക് ഒക്കെ വളരെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. അതുകൂടാതെ ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ കേസ് കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ നല്ലതായിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുന്ന ദിവസമാണ്. സ്ഥിരമായി ശാരീരിക വേദന, ഫൈബ്രോമയാൾജിയ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കണ്ടുവരുന്നൊരു അസുഖമാണ് ഫൈബ്രോമയാൾജിയ. അസഹ്യമായ വേദന, അതിനൊരു റൂട്ട് കോസ് ഇല്ലാതെ വരിക, ക്ലിനിക്കൽ റിപ്പോർട്ടൊക്കെ അനുകൂലമായിരിക്കുക. ഇത്തരത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് അസുഖങ്ങൾ കുറയാനുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കാനും
അസുഖങ്ങൾക്ക് ശമനം ലഭിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷം അനുഭവിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വിദേശ പഠനത്തിനോ വിദേശത്ത് ജോലിക്കോ ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് മനസ്സിന് സന്തോഷം വരുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഗ്രഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കായികമായ ജോലികൾ, മണ്ണുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. പുതിയ ഓഫറുകൾ വരികയും അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. ചില ആൾക്കാരുടെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ മൂലം മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഒഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. പൂയ നക്ഷത്രക്കാർക്ക് ചില അപവാദങ്ങൾക്ക് പാത്രീഭവിക്കുവാനും അതിൽ നിന്ന് ഒരുപാട് പരിണതഫലങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബ വഴക്കുകൾക്ക് തുടക്കം കുറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില തർക്കങ്ങളും ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ആത്മസംയമനം പാലിച്ച് മുൻപോട്ട് പോവുക. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പരാജയമാണ് സംഭവിക്കുക. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നഷ്ടം വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രൈവറ്റ് ബാങ്കുകൾ നടത്തുന്നവർക്ക്, പണമിടപാടുകൾ നടത്തുന്നവർക്കൊക്കെ തിരിച്ചടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ശ്രദ്ധിക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. കുറേ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മുതൽ തിരിച്ചു കിട്ടുവാനും നഷ്ടം പരിഹരിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പുരോഗമിച്ചു വരുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. അതുകൂടാതെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാൻ നല്ല ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാല, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ പല സ്ഥാനമാനങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങളൊക്കെ അയവ് വരുത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരവസ്ഥ വരുന്നതായിട്ട് കാണുന്നതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്തോ സ്വദേശത്തോ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവർക്കും പരീക്ഷാ വിജയം ലഭിക്കുവാനുള്ള ഒരു സാധ്യതയുള്ള ദിവസമായിരിക്കുമെന്ന്. കൂടാതെ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കൃഷി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, കൃഷിയുടെ വിഭവങ്ങൾ സംഭരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. പുതിയതായി ഏതെങ്കിലും സംരംഭം തുടങ്ങാനിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ അനുഭവമാണ് ഉണ്ടാവുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കൂടുതൽ ആയിട്ട് കാണുന്നത്. എഴുത്തുകാർക്കും അതേപോലെ ആധാരം എഴുത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. സന്താനങ്ങളുടെ വിവാഹം ഉറപ്പിക്കുവാനോ അല്ലെങ്കിൽ വാക്കു കൊടുക്കുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. വൃഥാകലഹത്തിന് സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷം, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ ഇമോഷണലാവാതെ ഇരിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആ പ്രകൃതമുള്ളവർ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതുമൂലം ജയിൽവാസം വരെ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കലാനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ദിവസമായിരിക്കും. പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ മുൻപോട്ട് പോകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ജോലി ഭാരം
കൊണ്ട് വിഷമിക്കുന്നവർക്ക് ജോലിഭാരം കുറയുവാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുവാനും വളരെയധികം അഭിനന്ദനങ്ങൾ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ഉചിതമായ ദിവസമായിരിക്കും. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിലുള്ള മാറ്റങ്ങളും അനുകൂലമായ മാറ്റങ്ങളും അതേപോലെ പങ്കാളിയുടെ ഉയർച്ചയും പങ്കാളിയുടെ ഔദ്യോഗികപരമായ ഉയർച്ചയും ഒക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി ഒരു ദിവസമായി കാണുന്നു. ശാരീരികമായി ഉണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ ശമനം ലഭിക്കുന്നത് മൂലം മനസ്സിന് ഉല്ലാസം ലഭിക്കുകയും ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുവാനായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കെട്ടിട നിർമ്മാണത്തിനൊരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ലോണുകൾ, വായ്പകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് നീണ്ടുപോകാനായിട്ട് സാധ്യത കാണുന്നു. വസ്തു വിൽക്കാനോ വാങ്ങാനോ ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതുപോലെ വൈവാഹിക കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുവാനും ദാമ്പത്യ ജീവിതത്തിൽ ചില കല്ലുകടികൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക. സാഹചര്യങ്ങളായിട്ട് നല്ല അനുകൂലിച്ച് മുൻപോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അത്തരത്തിലുള്ള സ്വഭാവം പാടെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവരവർക്കും കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിന് തന്നെയും വളരെയധികം ഗുണം ലഭിക്കുന്നതാണ്. നമ്മളെല്ലാവരും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്ന് ഈ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം ചില മനക്ലേശങ്ങൾ വൈകുന്നേരത്തോടു കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് ഏറ്റവും പ്രതികൂലമായ ദിവസമായിരിക്കും. കമിതാക്കൾക്ക് പരസ്പരം കലഹിക്കുവാനോ അല്ലെങ്കിൽ ബഹളം കൂട്ടുവാനോ ബന്ധം തന്നെ പിരിഞ്ഞു പോകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. ഏതായാലും ഏറ്റവും നല്ലത് എന്താണോ അത് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് ശാരീരികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മാനിച്ച് അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന അസ്വസ്ഥത മാനിച്ച് ആത്മസംയമനം പാലിച്ച് മുൻപോട്ട് പോവുക. ക്ഷേത്ര ദർശനത്തിന് പോകാൻ ഒരുങ്ങുന്നവർക്ക് തടസ്സം നേരിടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ബലികർമാദികൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പിതൃ കോപം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ബലി, ദാനം ഒക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായൊരു കാര്യമാണ്. ശാരീരികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും അയവ് വരുത്തുന്ന ദിവസമായിരിക്കും. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്നവർക്ക്, അധികാര കയ്യിലെടുത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. അതേപോലെ തന്നെ നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും പഴയ സൗഹൃദം വീണ്ടെടുക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സുഹൃത്തുക്കൾ മൂലം പല നല്ല കാര്യങ്ങളും വന്ന് ചേരുവാൻ സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡിവോഴ്സായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വിവാഹത്തിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേനയോ പുതിയ ബന്ധങ്ങൾ വന്നു ചേരുവാനും സന്തോഷം ഉള്ള പല കാര്യങ്ങളും സംഭവിക്കുവാനും സാധ്യത കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സന്തോഷം ഉണ്ടാകാം. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജലത്തിൻ്റെ അഭാവം മൂലം നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ജല സ്രോതസ്സുകൾ കണ്ടെത്തുവാനും അതേപോലെ അതിനുള്ള സംരംഭം ആരംഭിക്കുവാനുമൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ഏഴര ശനിക്കാലമായതുകൊണ്ട് അസുഖങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായി മരുന്ന് സേവ നടത്തുന്നവർ തീർച്ചയായും ഔഷധ സേവ ഉപേക്ഷിക്കരുത്. മുടക്കം വരാതെ ചിട്ടയോടുകൂടി കാര്യങ്ങളെല്ലാം മുൻപോട്ട് നീക്കുക. ആഹാരം സ്കിപ്പ് ചെയ്യുന്നതും ചില പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. ഹൈപ്പോഗ്ലൈസീമിയ തുടങ്ങിയ അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ ഇന്നത്തെ ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ട് സാധ്യതയാണ്. അതുകൊണ്ട് ലോ പ്രഷർ, ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഷുഗർ പേഷ്യൻസിന്
വന്നേക്കാവുന്ന വലിയ ആപത്തുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. പെട്ടെന്ന് ധൃതി പിടിച്ച ഒരു കാര്യവും ചെയ്യാതെ ഇരിക്കുക. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കുക. സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായൊരു ദിവസമായിരിക്കും. സംരംഭങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും എന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. സർവേശ്വരൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നും ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.